ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഏത് പിച്ചക്കാരനെ അഭിനയിപ്പിക്കണം, അതാണ്. അല്ലാണ്ട് മമ്മൂട്ടിനെ മോഹൻലാലിനെ അഭിനയിപ്പിക്കാൻ ആർക്കും ഈസി ആയിട്ട് പറ്റും. RDX എനിക്ക് ചാൻസ് ഡയറക്ടർ നഹാസ് ഹിദായത്താണ്. അപ്പൊ അത് പടം ഇപ്പൊ 100 കോടി ക്ലബിൽ കയറി. അത് എന്റെ ഒരു പ്രസൻസ് കൂടാതെ പറയുന്നുണ്ട്. നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം വെളുത്തിട്ടൊരു പെൺകുട്ടി ഇന്റർവ്യൂവിന് തരാമെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ലക്ഷങ്ങളല്ല, ഒരു 1000 രൂപയെങ്കിലും തരാം ഇന്റർവ്യൂ. ഇപ്പൊ ഇന്റർവ്യൂ അല്ല, വലിയ വലിയ ചാനലിൽ ഇപ്പൊ ഫിലിം ന്യൂസ്, പിന്നെ ഏതാണ് സ്മാർട്ട് പിക്സ് മീഡിയ, പിന്നെ നവകേരള ന്യൂസ്, അവരൊക്കെ പോയപ്പോ 100-200 രൂപ പെട്രോൾ പൈസ മാത്രമേ തന്നിട്ടുള്ളൂ. അവർക്ക് വേണ്ടി ഇത്രയും വ്യൂസ് കിട്ടുമ്പോ അവർക്ക് ഒരു 1000 രൂപയും തരാം. ഉണ്ണി വ്ലോഗ് എന്നെ പറ്റി കുറ്റം പറഞ്ഞു കുറെ കൂടി, അവൻ എന്തായി കാണിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ഞാൻ ചർച്ചയാകുന്നുണ്ടെന്ന് മനസ്സിലായി. യോ മറിയാമ്മ പതില് തുറക്കടിച്ചനാൽ അടക്കടി മറിയാമ്മ നാടിനും വീടിനും മെനകെട്ടവൻ. ഹലോ എവ്രി വൺ. വേറിട്ട രീതിയിൽ നമ്മളെ റിവ്യൂകൾ പറഞ്ഞ് രസിപ്പിക്കുന്ന ഒരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വേറെ ആരല്ല, നമ്മുടെ പ്രസംഗണ്ണൻ. അപ്പോൾ പെരേര, വെൽക്കം ടു മാപ്സ്റ്റിക് ചാൻസ്. അപ്പൊ ശരിക്കും ഈ പെരേര ആരാണ്, എന്താണ്, ഞങ്ങൾക്കത് പരിചയപ്പെടുത്താമോ? ഞാനൊരു ഇടക്കൊച്ചിക്കാരനാണ്. ഞാൻ ഒരു 8 വർഷമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് പ്രേക്ഷകർ ശ്രദ്ധിക്കണമെന്നൊരു രീതി മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ഡാഡിയും പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ റിവ്യൂ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏത് മീഡിയയും സിനിമക്കാര് അറിഞ്ഞ് പതുക്കെ പതുക്കെ സിനിമയിലേക്ക് കയറുന്നുണ്ട്. പതുക്കെ അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് സിനിമയിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനത്തെ രീതിയിൽ ഒരു റിവ്യൂ പറയണം എന്നൊക്കെ ഉള്ളത്. റിവ്യൂ വൈറലായ കൊണ്ടാണ് ഇപ്പൊ ഞാൻ അഭിനയിച്ച കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2022 റാണി രാജ എന്ന സീരിയലിൽ ഞാൻ അഭിനയിച്ചായിരുന്നു. അത്യാവശ്യം ഡയലോഗ് ഉണ്ട്. അപ്പൊ ആ സീരിയലിൽ അന്ന് അത്ര പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ റിവ്യൂ വൈറലായതിനു ശേഷം ആ സീരിയലിന്റെ ക്ലിപ്സ് അപ്ലോഡ് ചെയ്തപ്പോ തന്നെ ഒരു 2 lakhs പേര് കണ്ടായിരുന്നു. അപ്പൊ അത്രയും വൈറലായി തുടങ്ങിയതാണ്. ട്രോളും വരുന്നുണ്ട്. അപ്പൊ ഈ ട്രോളൊക്കെ വരുമ്പോൾ വിഷമം വരാറുണ്ടോ? ട്രോളിനോട് നല്ല രീതിയിൽ തന്നെ ബഹുമാനമുണ്ട്. ഒരാഴ്ച ഒരു ട്രോള് ആരോ പോസ്റ്റ് ചെയ്തപ്പോ അത് പെരേര തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു പോസ്റ്റ്, അത് കാണിച്ചു തരാം. ഈ പോസ്റ്റ് ആയിരുന്നു ഷെയർ ചെയ്തിരുന്നില്ലേ MSC എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ. അപ്പൊ അതൊക്കെ അങ്ങനെ പൊതുവെ അങ്ങനത്തെ ട്രോളുകളൊക്കെ സ്വയം അങ്ങനെ ഷെയർ ചെയ്യാറുണ്ടോ, അങ്ങനെ ആസ്വദിക്കാറുണ്ടോ? ഇങ്ങനെ കളിയാക്കിയിട്ടാണ് വരുന്നെങ്കിലും ആസ്വദിക്കാറുണ്ടോ? ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ഒരു സാധാരണ സിനിമ നടന്മാർക്ക് മാത്രം കിട്ടുന്നതാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഒരു ന്യൂ കമേഴ്സിന്റെ ഒരു പുതിയൊരു വേദിയാണ് റിവ്യൂ. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആയിരിക്കും, കാണുന്ന ജനങ്ങൾക്ക്. അതെ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ട്രോളുകളും അല്ലെങ്കിൽ ഇങ്ങനെ തെറി കമന്റ്സ് ഒക്കെ വരുമ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടോ? റിയാക്ട് അങ്ങനെ കൂടുതലും ചെയ്തിട്ടില്ല. പിന്നെ വിളിച്ച് ശല്യപ്പെടുന്നവരോട് മറ്റേ രാത്രിക്കലൊക്കെ പറയാറുണ്ട്. രാത്രി പെൺകുട്ടികളൊക്കെ രാത്രി വിളിക്കാറുണ്ട്. എന്റെ ഫാൻസ് ഒക്കെ പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ സ്മാർട്ട് പിക്സ് എന്ന് പറഞ്ഞ ചാനൽ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു, മറ്റേ എനിക്ക് ആരാധകന്മാർ കുറവാണ്, അപ്പൊ ആരെങ്കിലും നമ്പറും എന്റെ ഫോൺ നമ്പർ തരാൻ 9947519818 പറഞ്ഞപ്പോ അത് കണ്ട് കുറെ പേര് വിളിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ആദ്യം മാഡം പറഞ്ഞ പോലെ തന്നെ പ്രസംഗം ഫാൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതില് പെണ്ണുങ്ങളെ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ? ഒരാളുണ്ട്, ഹഫ്സാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അതിനകത്തുള്ളത്. അപ്പൊ ഒരു ഗ്രൂപ്പ് തന്നെ, ഒരു ഫാൻ ഗ്രൂപ്പ് തന്നെ ഉണ്ട്. സാധാരണ നമ്മള് നടന്മാർക്കുള്ള ഇതിൽ നിന്ന് ഇപ്പൊ പ്രസംഗത്തിന് വേണ്ടിട്ടൊരു വരുന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ പബ്ലിക്കലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ആയി ചെയ്യുമ്പോ പല പല ക്രിറ്റിസിസം നേരിടാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു വേറിട്ടിട്ട് ഇപ്പോ പ്രസംഗൻ അല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് ഇങ്ങനെ റിവ്യൂസ് പറയുന്ന അങ്ങനെയൊക്കെ ആകുമ്പോ സ്വയം ഓരോരുത്തർ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ വരുമ്പോ അങ്ങനെ ഒരു കോമാളിയായി പോവോ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ആദ്യം പ്രസംഗം പോലെ റിവ്യൂ പറഞ്ഞപ്പോൾ അത് ജനഹൃദയങ്ങളെ ഏറ്റെടുത്തില്ല. ട്രോള് വന്നെങ്കിൽ കൂടി അത് ആളുകൾക്ക് നിരാശ തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ട് പാടാനായിട്ട് വേണ്ട അറിയാം. കാരണം സിനിമയിലേക്ക് പാട്ട് പാടാനെങ്കിലും അവസരം കിട്ടിക്കൂടെ എന്നോർത്താണ് പാടി കഴിഞ്ഞപ്പോ തന്നെ അവസരം കിട്ടുന്നില്ല എന്നുള്ളത്. നാളെ തന്നെ കിട്ടുന്നില്ല. അത് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചിലപ്പോൾ കിട്ടുമായിരിക്കും.
അപ്പൊ ആ ഒരു പാട്ട് പാടാൻ അറിയാം എന്നുള്ള ഒരു റീസൺ കൊണ്ടാണ് അങ്ങനെ വിശ്വാസമുണ്ട്. മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ഓഡിഷൻ ചെയ്യാണ്ട് തന്നെ വിളിക്കാൻ ചെയ്യാൻ പറ്റും. അല്ല അപ്പൊ ഈ പൊതുവെ നമ്മള് അതെ പൊതുവെ ഇപ്പൊ നമ്മള് റിവ്യൂ എന്നൊക്കെ പറയുമ്പോ ഒറ്റ വേർഡിൽ അടിപൊളി സൂപ്പർ അങ്ങനെയൊക്കെ പറയും. ചിലര് ഇലാബറേറ്റ് ചെയ്ത് പറയാറുണ്ട്. എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കുറെ വേർഡ്സ് ഒക്കെ ചേർത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് പാട്ട് പാടിയിട്ട് റിവ്യൂ ഒക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിലോട്ട് എങ്ങനെ ഒരു ഐഡിയ എങ്ങനെ കിട്ടി? ഒരു പാട്ടിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം കൊണ്ടാണോ? പാട്ടിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടുക എന്നുള്ളത് കൊണ്ടും ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് പാട്ട് പാടുമ്പോ കുറച്ച് പേർ കൂടി റീച്ച് കിട്ടും, ട്രോൾ വരും അറിയാം. മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വൈറലാകുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ഒരു പവറാണ്. അപ്പൊ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കാം, നമ്മള് ശരിക്കും ശ്രദ്ധിക്കപ്പെടാനാണ്, അറ്റൻഷന് വേണ്ടിയിട്ടാന്നൊക്കെ. അപ്പൊ അങ്ങനെ ഓപ്പൺ ആയി പറയുമ്പോൾ പിന്നെ വീണ്ടും ഇനി ട്രോളുകൾ വരുമോ? അങ്ങനെ ഒന്നും പേടിക്കില്ലേ? ഇങ്ങനത്തെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്പൊ ബിഗ് ബോസും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. അപ്പൊ ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി അഭിനയിക്കാൻ നടക്കാന്ന് പറഞ്ഞാൽ കേറാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് പോലും. എന്നെ പോലത്തെ ഒരു ചെറിയ കലാകാരന് സമയം എടുത്തിരിക്കും. എക്സാമ്പിൾ, റോബിൻ എന്ന ഒരു വലിയൊരു ബിഗ് ബോസ് താരത്തിന് സിനിമയിലേക്ക് ആരും വിളിക്കുന്നില്ല. അത് ഒരു പോയിന്റ് ആണ്. അതിപ്പോ എന്നെ പോലത്തെ ഒരു കലാകാരൻ എടുക്കുമ്പോ സമയം എടുക്കും. അപ്പൊ ബിഗ് ബോസ് ഇനിയിപ്പോ വരാൻ പോകുന്ന സീസണിൽ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ പോവും, എന്തായാലും പോയിരിക്കുന്നതാണ്. ഡാൻസ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ ചിലവരൊക്കെ പെരേരനെ പറ്റിയിട്ട് കുറെ പോസ്റ്റുകൾ ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ പെരേര വേറെ ഇതേപോലെയാണ്, അല്ലെങ്കിൽ ചിലവർ പറയും ഇതേപോലെ അല്ല, നന്നായി സംസാരിക്കും പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണോ? റിയൽ ലൈഫിൽ ഞാൻ ഒരു പാവമാണ്. അധികം സംസാരം അധികം ഉണ്ട്. ഇതിൽ കൂടുതൽ റിവ്യൂവിൽക്കാളും കൂടുതൽ നേരം സംസാരിക്കും. റിവ്യൂവിലൊരു 8-16 മിനിറ്റ് വരെ കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വ്യക്തി ജീവിതങ്ങളിലൊരു 30 മിനിറ്റോളം നിർത്താണ്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതില് അത്ര സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ട്രോളുകളെ പറ്റിയിട്ട് നേരത്തെ സംസാരിച്ചല്ലോ. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത്, ഞാൻ വ്യക്തി ജീവിതത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. കോമാളിത്തരമൊന്നും എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടപെടാറില്ല. വീട്ടിലെ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരത്തെ ട്രോളുകളെ പറ്റി സംസാരിച്ചല്ലോ. അപ്പൊ ഞാൻ നേരത്തെ ഒരു ട്രോള് കാണിച്ചെന്നു, അത് ഷെയർ ചെയ്തു MSCയുടെ. അതേപോലെ തന്നെ വേറൊരു ട്രോള് ഈ അടുത്ത് ഭയങ്കര വ്യൂ ആയിട്ട് വന്നിരുന്നു, ഒരു ഡാഡിക്ക് 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ട്രോള് കണ്ടപ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞതും നമ്മൾ അങ്ങനെ ഒരു കളിയാക്കിയ ട്രോളുകൾ ഇറങ്ങിയപ്പോ ഭയങ്കര ഫീൽ ചെയ്യായിരുന്നു. കുറച്ച് ഫീൽ ആയിരുന്നു. എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്ന് അത് വീഡിയോയിൽ ഞാൻ പണിക്ക് പോകില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സ്വന്തമായിട്ട് എന്റെ ഏണിങ്സ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം. റീസെന്റ് ഒരു ജനുവരി തുടങ്ങി ഞാൻ എന്റെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബിൽഡിംഗ് പണിയണമല്ലോ. എനിക്കൊരു വാടക മുറി എടുത്തിട്ട് വേണമെങ്കിൽ നാളെ തന്നെ തുടങ്ങും. പക്ഷെ അതെനിക്ക് താല്പര്യമില്ല. സ്വന്തമായിട്ട് എന്റെ ഡാഡിക്ക് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് താല്പര്യം. 6-8 ഉദ്ഘാടനം ചെയ്യും. അപ്പോ ഈ ഇപ്പൊ നമ്മള് ഇപ്പൊ പെരേര എന്ന് പറയുന്ന പേര് വളരെ കുറച്ച് പേർക്കാണ് അറിയുന്നത് അല്ലെ. പെരേര എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ പക്ഷെ കൂടുതൽ ആൾക്കാർക്കും പ്രസംഗണ്ണൻ അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ആ ഒരു പേര് എല്ലാവരും ക്യാച്ച് ചെയ്ത് വെക്കുന്നത് ഉൾപ്പെടുത്തി. അപ്പൊ ആ ഒരു ഫിലിമി ഹുഡ്സ് നിന്നാണ് ആ ഒരു പേരെടുത്തത്. അപ്പൊ ഈ റിവ്യൂ പറയുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, എപ്പോഴും പേരുടെ പോസിറ്റീവ് റിവ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ പറയാറ്. അപ്പൊ അങ്ങനെ സിനിമകൾ കാണുമ്പോൾ പുറത്താക്കി കണ്ടായിരുന്നു. അത് അതിനെ വെച്ച് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അങ്ങനെ പുറത്താക്കിയപ്പോ അത് പെരേരയ്ക്ക് ഫീൽ ചെയ്തു, ലൈക്ക് അങ്ങനെ ഒരു പ്രതീക്ഷിക്കാതെ ഫീൽ ആയില്ല. കുഴപ്പമില്ല. ആദ്യം സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് വിഷമിച്ചില്ല. ഞാൻ റിവ്യൂ അധികം പറയാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പൊ എന്റെ സ്വന്തം ചാനൽ ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് വൈകുന്നേരമാണ് ബാന്ദ്രയുടെ റിവ്യൂ ഇട്ടത്. എന്നാലും ഈ ചില പടങ്ങൾ ഇപ്പോ ഒരുപാട് പടങ്ങള് വലിയ വലിയ റിവ്യൂസ് നെഗറ്റീവ് പറയുന്ന പല പടങ്ങളും പെരേര പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? ശരിക്കും ഒരു മോശം പടം ആയിട്ട് പോലും ചിലപ്പോ റിവ്യൂ നെഗറ്റീവായി പറയാത്തതിന്റെ റീസൺ എന്തായിരിക്കും? ഒട്ടുമിക്ക പൊട്ടപടങ്ങൾക്ക് കൂടിയും പോസിറ്റീവ് കൊടുക്കാറുള്ളത്. ആ പാടെ ഏതോ മറ്റേ നമ്മുടെ
ഫഹദ് ഫാസിലിന്റെ ഒരു പടം ഇറങ്ങിയല്ലോ പുകവലിയുടെ ബേസ് ചെയ്തിട്ട്, ധൂമം. അതിന് മാത്രം ഒരു ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടായിട്ട് തോന്നിയോണ്ട് അത് പറഞ്ഞു. അതെനിക്ക് വിഷമില്ല, അതിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല ഇതുവരെ. ലാഗ് ഉണ്ടെന്ന് മാത്രം ഒരു മോശം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബിന് എല്ലാ പടങ്ങൾക്കും കൊടുക്കുന്നത്? എല്ലാ പടങ്ങളും സപ്പോർട്ട് ചെയ്യണം സമയത്ത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ധാരാളം പടങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോ ഈ അടുത്ത് ഇറങ്ങിയ RDX, സംഭവം നടന്ന രാത്രിയില്, പിന്നെ മഞ്ഞുമൽ ബോയ്സില്, പിന്നെ വേറെ 1-2 പടങ്ങൾക്ക് എനിക്ക് അത്ര പോയിട്ട് അത്ര അവിടെ നിന്ന് അസോസിയേറ്റ് പരമായിട്ട് സീനിൽ കയറല്ലേ, താങ്കളുടെ ഫേസ് രജിസ്റ്റർ ചെയ്തതാണ്, അതുകൊണ്ട് അഭിനയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എല്ലാ പടത്തിലും ഒരേപോലത്തെ അനുഭവം അല്ല ഇപ്പൊ റിവ്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നാദർശിക്കാന്റെ സംഭവം നടന്ന രാത്രിയില് പുള്ളി പറഞ്ഞു, നീ എന്ത് വേറെയായാലും നീ അഭിനയിച്ചാൽ മതി അങ്ങനെ നമുക്ക് സപ്പോർട്ടും കിട്ടുന്നില്ല. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഏത് പിച്ചക്കാരനെ അഭിനയിപ്പിക്കണം, അതാണ്. അല്ലാണ്ട് മമ്മൂട്ടിനെ മോഹൻലാലിനെ അഭിനയിപ്പിക്കാൻ ആർക്കും ഈസി ആയിട്ട് പറ്റും. ന്യൂ കമേഴ്സിനെ അഭിനയിപ്പിക്കാനാണ് പാട്. ഇപ്പൊ ഇങ്ങനെ വൈറലായിട്ട് ഇപ്പൊ നാദർഷിക അല്ലാണ്ട് വേറെ ആരെങ്കിലൊക്കെ സിനിമയിൽ നിന്ന് കോണ്ടാക്ട് ഇപ്പൊ റിവ്യൂ പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ ബന്ധം വെച്ചായിരുന്നു? അർജുന അശോകൻ സാർ റിവ്യൂ കണ്ടിട്ട് ഞാൻ ഫാനായി പോയി. അടിപൊളി സൂപ്പറാന്ന് പറഞ്ഞു. നമ്മുടെ സിദ്ദിഖിന്റെ മകൻ ഷാഹിൻ സിദ്ദിഖ്, പുള്ളി എന്റെ ഫാനാണ്. അപ്പൊ പുള്ളി എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ബാലസാറായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റി, നല്ല രീതിയിൽ ബന്ധം പുതുക്കുന്നു. അപ്പൊ നമ്മള് ആറാട്ടണ്ണൻ എന്ന് പറയുമ്പോ തന്നെ പെരേരയ്ക്ക് ഭയങ്കര കൂട്ടുള്ള ഒരാളാണ്, ഭയങ്കര ക്ലോസ് ആണ് നിങ്ങള്? ചെറുതായിട്ട് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ബന്ധം. അപ്പൊ ആറാട്ടണ്ണനും ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ എല്ലാവരുടെ ഇടയിൽ. ഒരു മൈൻഡ് ഉള്ളത്, എന്നെ കൂടെ നിർത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് പല പല നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, പല ഫ്രെയിമിൽ നിന്ന് ഉപേക്ഷിക്കാറുണ്ട്. ഒരുമിച്ച് റിവ്യൂ പറയാനായിട്ട് ഇപ്പൊ അങ്ങനെ സമ്മതിക്കാറില്ല. സോമന്റെ കൃതാവിന്റെ ഒക്കെ ഡാൻസ് ഒക്കെ അത്യാവശ്യം വൈറലായതുകൊണ്ട് ഡാൻസ് രീതിയൊക്കെ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഡാൻസ് പാട്ടൊക്കെ പുള്ളിക്ക് പറ്റാത്ത ഒരു മേഖലയാണ് അത്. ഞാൻ വന്നപ്പോൾ പുള്ളിയുടെ സ്ഥാനം പോകുന്ന പുള്ളിക്ക് ഒരു പേടിയുണ്ട്, അത്രേ. മയക്കൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കൊന്നും അല്ലെ. പുള്ളിക്ക് എന്നോട് ചെറുതായിട്ട് എന്തെങ്കിലും പിണക്കമുണ്ട്, എന്തെങ്കിലും ചെറുതായിട്ട്. അപ്പൊ ഇനി ആറാട്ടണ്ണന് അത്രയും ഫെയിം കിട്ടുന്നില്ല എന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത്രയും ഫെയിം കിട്ടിയിട്ടില്ലല്ലോ, കാരണം ആറാട്ടണ്ണൻ ഡെയിലി ഇന്റർവ്യൂ ആണ്. എനിക്ക് വല്ലപ്പോഴും 1-2 ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി ചെയ്തതല്ല, എന്നാലും പുള്ളിക്ക് എപ്പോഴും വിളിച്ചോണ്ടിരിക്കുമ്പോ എന്നെ വല്ലപ്പോഴും വിളിക്കുന്നതുകൊണ്ട് സങ്കടമുണ്ട്. എന്നെ അത്രയും ഫെയിം കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലേ? ചാനലുകാരും എന്റെ പേര് ആരും മെയിൻ ചാനൽ ന്യൂസ് ചാനൽസിലൊന്നും എന്റെ പേര് ഉപയോഗിച്ചിട്ടില്ല. കുറെ നടന്മാരും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ കേസില് എനിക്ക് ഇപ്പെടാനായിട്ട് താല്പര്യമില്ല. നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞ് വേറെന്ന് പറഞ്ഞ് വാർത്തയൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ സിനിമ ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു പ്രസംഗണ്ണൻ എന്ന രീതിയിലോട്ട് മാറിയ ശേഷം സിനിമയ്ക്ക് ചാൻസ് കിട്ടുന്നത് കൂടിയിട്ടുണ്ടാവോ? കൂടിയത് കൊണ്ടാണ് മറ്റേ RDX എനിക്ക് ചാൻസ്. ഡയറക്ടർ നഹാസ് ഹിദായത്താണ്. അപ്പൊ അത് പടം ഇപ്പൊ 100 കോടി ക്ലബിൽ കയറി. അത് എന്റെ ഒരു പ്രസൻസ് കൂടാതെ പറയുന്നുണ്ട്, ചെറിയൊരു മുഖം കാണിച്ചു. അപ്പൊ അതുകൊണ്ട് കുറെ പേര് കാണാൻ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പുതുമയാ തോന്നുന്നു. കാരണം ഒരു സിനിമയില് എനിക്ക് അപ്പോൾ ഒരു സെക്കൻഡിന്റെ സീനാണ് അതിനകത്ത് ഉള്ളത്. സെക്കൻഡ് മനസ്സിലാക്കണം. അപ്പൊ ഒരു സെക്കൻഡിന്റെ സീൻ ആയതുകൊണ്ട് 3 വട്ടം വരെ ആ പടത്തിന് കയറി ടിക്കറ്റ് എടുത്ത് കണ്ടു കാണാൻ വേണ്ടിട്ട്. അത്രയും ഫാൻസ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലേ? ഇനിയുള്ള സിനിമകളിൽ ഒരു 2-3 മിനിറ്റ് എങ്കിലും കാണിക്കുന്ന രീതി കാണിക്കണം. ഇപ്പൊ പെരേരയ്ക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ സിനിമയിലാണെങ്കിലും പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതൊന്നല്ലാണ്ട് വേറെ മേഖലകളിൽ ഏതിലും താല്പര്യമുണ്ടോ? വേറെ സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പൊ ഈ ഒരു റാണി രാജ എന്ന് പറഞ്ഞ സീരിയലിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് വിട്ടത്? അതില് ഞാൻ 2015 തുടങ്ങിയാണ് ഞാൻ സിനിമാ മേഖലയിലേക്ക് പതുക്കെ വന്നത്. ആദ്യത്തെ പടം കാന്താരിയില് മുഖം കാണിച്ചു. പിന്നെ നമ്മുടെ ഓർമ്മയുള്ളൊരു മഞ്ഞുകാലം, പിന്നെ അച്ചായൻസിലെ ഡിലീറ്റഡ് സീനിൽ വന്നു. പിന്നെ ഈ അടുത്തിറങ്ങിയ തല്ലുമാലയില് ഫേസ് കാണിച്ചു. അങ്ങനെ കുറെ പടത്തില് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെയാണ് പതുക്കെ ഞാൻ അതിനു മുമ്പ് ചെറിയ റോളൊക്കെ അഭിനയിച്ചിട്ടുള്ള സമയത്ത് ഒരു 18 വയസ്സായപ്പോ സ്വന്തമായിട്ടൊരു എണീസ് കിട്ടാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോയി ചെറിയ ജോലി പമ്പില്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ പെട്ടെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഗിരീശൻ എന്നൊരു വ്യക്തി വഴിയാണ്. ഗിരീശൻ എന്ന വ്യക്തി കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ അഭിനയിച്ചാണ്. സ്കൂൾ ബസ് എന്ന സിനിമയില് തിയേറ്ററിൽ നിന്ന് ഒരു കുട്ടികളെ ഇറക്കിക്കൊണ്ടുവരുന്നു.
അത് ഗിരീഷ് എന്ന പുള്ളിയാണ് ചെയ്തത്. ആ പുള്ളിയാണ് എന്നെ കുറെ കോർഡിനേറ്റർമാരെ പരിചയപ്പെടുത്തി തരികയും പിന്നീട് ഞാൻ എല്ലാരെയും കോണ്ടാക്ട് ചെയ്യുകയും അതുവഴി ഒരു 10-25 പടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സീരിയൽ കിട്ടിയത്. ബദ്രിക്ക എന്ന ഒരു കോർഡിനേറ്ററാണ് സെറ്റാക്കി. അപ്പോ ഇപ്പോ പെരേരക്ക് ഒരുപാട് പെൺകുട്ടികൾ ആരാധികമാര് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? കുറെ പേരുണ്ട്. ഈ ഒരു രീതിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പ്രപ്പോസ് ചെയ്യുന്നവരാണോ? പെട്ടെന്ന് നാളെ തന്നെ ശരിയല്ലല്ലോ. ആരെങ്കിലും സെലക്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് ലോക്കൽ സെറ്റപ്പിനോട് താല്പര്യമില്ല, ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യം ഉണ്ടല്ലാണ്ട് അത്യാവശ്യം പൈസയുള്ള ഒരു പെൺകുട്ടിനെ കിട്ടാനാണ് താല്പര്യം. അതാണ് ഡ്രീം ഗേൾ എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒരു ഏണിങ്സും വീടും കാര്യങ്ങളും, അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും കൊണ്ട് ചെലവിന് വീട്ടിൽ കൊടുത്തിട്ട് വേണ്ട അങ്ങനത്തെ ഒരു സംഭവം. മനസ്സിലായി. അതാണ് ഡ്രീം ഗേൾ. അങ്ങനെ ആയിരിക്കണം പാർട്ട്ണറൊക്കെ. പണ്ട് ഇന്റർവ്യൂല് പറഞ്ഞു കറുത്ത പെൺകുട്ടികൾ ഇഷ്ടമല്ലെന്നല്ല, നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം വെളുത്തിട്ടൊരു പെൺകുട്ടി. അപ്പൊ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ കറുത്ത പെൺകുട്ടികൾ ഇഷ്ടമല്ല, വെളുത്ത പെൺകുട്ടികൾ ആഗ്രഹം. അപ്പൊ ഇപ്പൊ ഇത് ഓപ്പണായി പറയുമ്പോ വേറെ എന്തെങ്കിലും പേടിയുണ്ടോ അങ്ങനെ ഓപ്പണായി സംസാരിക്കുമ്പോ? പൊതുവെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ശരിയല്ലേ, ഇതൊരു ആഗ്രഹം പറഞ്ഞാണ്. ബൈ ചാൻസ് ചിലപ്പോ ഞാൻ ഇഷ്ടമല്ലാത്ത പെൺകുട്ടികൾ ചിലപ്പോ എനിക്ക് കിട്ടേണ്ടി വരും. ഭാഗ്യക്കേട് പോലെ ഇരിക്കും ജീവിതത്തിൽ, ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റും. ഇങ്ങനത്തെ ഇപ്പൊ പെരേരയുടേതായ ഒരു യുണീക് സ്റ്റൈലൊക്കെ ഇല്ലേ, ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ രീതി, അതൊക്കെ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി വന്ന് പ്രപ്പോസ് ചെയ്താലോ അല്ലെങ്കിൽ ഭയങ്കര ഇപ്പൊ പെരേര ഉദ്ദേശിച്ച പോലെ ഡ്രീം ഗേൾ പ്രപ്പോസ് ചെയ്ത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യോ? ആദ്യം മറ്റേ അവരുടെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചിട്ട് ഓക്കെ ആണ് പറ്റിക്കണം എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് ഇങ്ങനെ സെറ്റാവും. എന്നാലും ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. ഓരോ വീട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട്. അപ്പൊ പെരേര ഇപ്പൊ റിവ്യൂ പറയുമ്പോ എന്തെങ്കിലും പെയ്ഡ് റിവ്യൂസ് ചെയ്യാറുണ്ട്? അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? തന്നിട്ടില്ല. പിന്നെ ചോദിക്കാറ് അങ്ങനെയൊന്നുമില്ലേ? എന്നാലും ഇത് ആഗ്രഹം കൊണ്ടാണ് പിന്നെയും ചെയ്യുന്നത്. ഇന്റർവ്യൂവിന് തരാമെന്ന് തോന്നുന്നു എനിക്ക്. വലിയ ലക്ഷങ്ങളല്ല, ഒരു 1000 രൂപയെങ്കിലും തരാം ഇന്റർവ്യൂ. ഇപ്പൊ ഇന്റർവ്യൂ അല്ല, വലിയ ചാനലിൽ ഇപ്പൊ ഫിലിമി ന്യൂസ്, പിന്നെ ഏതാണ് സ്മാർട്ട് പിക്സ് മീഡിയ, പിന്നെ നവകേരള ന്യൂസ്, അവരൊക്കെ പോയപ്പോ 100-200 രൂപ പെട്രോൾ പൈസ മാത്രമേ തന്നിട്ടുള്ളൂ. അവർക്ക് വേണ്ടി ഇത്രയും വ്യൂസ് കിട്ടുമ്പോ അവർക്ക് ഒരു 1000 രൂപയും തരാം. ചോദിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ അടുത്ത റിവ്യൂസിനെ പറ്റിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നടക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ അശ്വന്ത് കോക്ക് അങ്ങനത്തെ റിവ്യൂസിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എന്നെ കളിയാക്കി കുറെ വീഡിയോ ചെയ്യുന്നുണ്ട്. പത്മിനിയുടെ റിവ്യൂ ഇട്ട് കുറെ നാൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ചാക്കോച്ചൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടിയപ്പോ അത് ആ രീതിയിൽ തന്നെ പുള്ളി പിടിച്ച് പാടിയിരുന്നു അശ്വന്ത് കോക്ക്. അപ്പൊ അത് കണ്ടപ്പോൾ ഒരു ഫുൾ തിയേറ്റർ റിവ്യൂ നിരീക്ഷണം ചെയ്ത ശേഷമാണ് അശ്വിൻ കോക്ക് രാത്രി 12 മണിയാകുമ്പോ പിറ്റേ ദിവസമാണ് റിവ്യൂ ഇടുന്നത് പടത്തിന്റെ, അല്ലെങ്കിൽ രാത്രി 9 മണിക്കുള്ളിൽ ആക്കിയ റിവ്യൂ ഇടുന്നത്. അതൊരു പുതുമയാണ്. സിനിമാക്കാര് പേടിക്കേണ്ട ഒരു സംഭവം. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അതുകൊണ്ട് ആ റിവ്യൂ കാണുന്നവർ ചിലപ്പോൾ പടത്തിന് കയറാണ്ട് ചിലപ്പോൾ കയറായിരിക്കും, ചിലപ്പോൾ കയറില്ലായിരിക്കും. അതവരുടെ ഇഷ്ടം. സിനിമാക്കാർ ചെയ്യേണ്ടത് ഇപ്പൊ ഒരാഴ്ച തിയേറ്ററിൽ കളിക്കുക, അടുത്ത ആഴ്ച ഓട്ടിട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ ഒരു മാസം കളിച്ച് പൈസ കിട്ടുമെന്ന് ഓർത്തു കഴിഞ്ഞാൽ എല്ലാ പടവും ഇപ്പൊ 180 സിനിമ ഇറങ്ങുന്നതിൽ ആ പാട് രോമാഞ്ചം 2018 അങ്ങനത്തെ 1-2 സിനിമകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇറങ്ങിയ ബാന്ദ്ര പോലും ചെറിയ തോൽവിയൊക്കെ സംഭവിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ പടം പോരാന്നൊക്കെ പറയുന്നുണ്ട്. പടത്തിന്റെ പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടാത്ത പടത്തിന് കണ്ടന്റ് ഉണ്ടെങ്കിൽ പൈസ എന്തായാലും കിട്ടിയിരിക്കും. ഇപ്പൊ പൊതുവെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത എനിക്ക് എന്റെ കയ്യിലല്ലല്ലോ. പറയുന്നുള്ള എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. റിവ്യൂ പഠിച്ചിട്ട് പടം ചെയ്യാണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ OTT ചെയ്യുക, അതായിരിക്കും നല്ല കാര്യം. അല്ലാണ്ട് 100 ദിവസമൊക്കെ തിയേറ്ററിൽ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരിക്കണം. ചിത്രങ്ങളായിരിക്കണം. 2020 പോലത്തെ ചിത്രങ്ങളായിരിക്കും ഹിറ്റായിരിക്കും. നമ്മുടെ ഈ അശ്വന്ത് കോക്ക് അല്ലെങ്കിൽ ഉണ്ണി വ്ലോഗ്സ് പോലെയുള്ള ഒരുപാട് റിവ്യൂവേഴ്സ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ പല ടൈപ്പ് ഓഫ് റിവ്യൂസ് വരാറുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ. പറഞ്ഞിട്ട്
എല്ലായിടത്തും ഞാൻ ചർച്ചയാകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് ഒരു റിവ്യൂ പറയുമ്പോ സിനിമയെ തന്നെ അത് നന്നായി ബാധിക്കുന്നു രീതിയിലാണ് പറയുന്നത്. എങ്കിൽ കൂടിയും ഇത്രയും ഈ അലമ്പ രീതിയിലൊക്കെ ആക്കേണ്ടത് ശരിയല്ല. റിവ്യൂ പറഞ്ഞെന്ന് വെച്ചിട്ട് സിനിമ നശിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ റിവ്യൂ ഇല്ലാത്ത കാലഘട്ടങ്ങളിലും സിനിമ 150 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അന്നും 10 സിനിമ മാത്രം വിജയിച്ചിട്ടുള്ളൂ, തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ളൂ. അന്നും പണ്ടൊക്കെ ഇന്ന് OTT പോലെ അന്ന് CD ആയിരുന്നു കച്ചവടം. അപ്പൊ CD വിറ്റിട്ടാണ് പണ്ട് സിനിമക്കാര് സിനിമ ബിസിനസ് ചെയ്തത്. അപ്പോ ഇന്നത്തെ കാലത്ത് സിനിമ എന്നത് പലർക്കും പല പ്ലാറ്റ്ഫോമും ഉള്ളത് കൊണ്ട് സീരിയലുണ്ട്, വെബ് സീരീസ് ഉണ്ട്, പല പല യൂട്യൂബ് ചാനലിലെ സിനിമകളുണ്ട്. അപ്പോ വലിയ വലിയ നടന്മാരുടെ സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ മടിയാണ്. കുറച്ച് പേർക്കെങ്കിലും ഒരു 50% വരെ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്, 50% വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ OTT ഇറങ്ങുമല്ലോ കാണാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിന് ഒരാഴ്ച കളിക്കുക എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റിവ്യൂ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ ഒരുപാട് അറ്റൻഷൻ കിട്ടുന്നൊക്കെ പറഞ്ഞ ശേഷം ഇപ്പൊ പിന്നെ കൂടുതൽ മീഡിയക്കാര് വരുന്നുണ്ടോ റിവ്യൂ ചോദിക്കാൻ വേണ്ടിട്ട്? പുതിയ മീഡിയക്കാരാ വരുന്നത്. ഞാൻ ആരുടെയും പേരെടുത്ത് അങ്ങനെ പല മീഡിയയിലും പറഞ്ഞിട്ടില്ല. എന്റെ ചില മീഡിയക്കാരുടെ അടുത്തേക്ക് വരാറുണ്ട്, പല മീഡിയക്കാരും അവോയ്ഡ് ചെയ്യാറുണ്ട്. അവർക്ക് എന്റെ ഫെയിമിൽ അസൂയ ഉള്ളതുകൊണ്ട് വരാറില്ല. അവർക്ക് നമ്മുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടും. ചിലപ്പോ ബാഡ് കമന്റ്സ് പറഞ്ഞുകൊണ്ടായിരിക്കും. കമന്റ് ബോക്സ് ഒക്കെ ഭയങ്കര അലമ്പാണ്, അതുകൊണ്ടാണ് പല മീഡിയക്കാരും അവോയ്ഡ് ചെയ്യുന്നത്. അവർക്ക് കുറെ ഫോളോവേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. ചിലർക്ക് കയറുന്നുണ്ട് ഫോളോവേഴ്സ്. ഇപ്പൊ കമന്റ് ബോക്സ് ഒക്കെ ഭയങ്കര ബാഡ് കമന്റ്സ് ഒരുപാട് വരാറുണ്ടെന്നല്ലേ? അങ്ങനെ ഭയങ്കര അങ്ങനെ ഭയങ്കര ടോക്സിക് ആയ ആൾക്കാരാണ് കുറെ പേര് കമന്റ് ചെയ്യണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ 2011 നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് എന്ന നടൻ 5 ലക്ഷം രൂപക്ക് പടം ചെയ്ത് വന്നപ്പോൾ, കൃഷ്ണൻ രാജേന്ദ്രൻ പടം ചെയ്തപ്പോൾ തിയേറ്ററിൽ ഭയങ്കര കൂവലും ഭയങ്കര തെറിയൊക്കെ പറഞ്ഞു. അപ്പൊ തെറി പറയാൻ വേണ്ടി കുറെ പേര് തിയേറ്ററിൽ പോയെന്ന് പറഞ്ഞ നമ്മുടെ നടൻ ബാബുരാജുമായിട്ട് കുറെ ചർച്ചയൊക്കെ പങ്കെടുത്തു. അപ്പോ അങ്ങനത്തെ ഒരു വിവാദമാണ് ഇപ്പൊ എനിക്കും വന്നോണ്ടിരിക്കുന്നത്. പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടും ഡാൻസും പാട്ടും കുറച്ചും കളിച്ചുകൊണ്ട് 2-3 റിവ്യൂല് കളിച്ചു. അപ്പൊ അതുകൊണ്ട് കുറച്ച് വിവാദം ആക്കുന്നുണ്ട്, കോൺട്രവേഴ്സിയിലൊക്കെ കുറെ വരുന്നുണ്ട്. കുറെ അലക്കുളത്ത് മറ്റേ വലിയ സിനിമ പോസ്റ്റർ എഡിറ്റ് ചെയ്തിട്ട് വരെ എന്റെ പേര് വെക്കുന്നുണ്ട് വിവാദമാക്കാൻ വേണ്ടി. പിന്നെ കുറെ ട്രോൾ ഫോട്ടോ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഇത്ര പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്തത്. അപ്പോ ഈ പറയുന്ന റിവ്യൂസ് എല്ലാതും കമന്റ്സ് ഒക്കെ വരുമ്പോഴില്ലേ എന്തെങ്കിലും അത് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അത് വേണ്ടായിരുന്നു വീട്ടുകാരെ കുറ്റി മോശമായിട്ട് പറയുമ്പോൾ ഭയങ്കര വേദന തോന്നിയിട്ടുണ്ട്. ഈ വീട്ടുകാര് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫെയിമൊക്കെ ആയിട്ട് ഓരോ വീഡിയോസും ട്രോൾസ് ഒക്കെ കാണുമ്പോ അവരെന്താ പറയാറ്? വീട്ടുകാര് കുറെ പേര് നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. അവന് ഇത്ര സിനിമാ മേഖലയിൽ എത്തിയില്ലെങ്കിൽ ഇതുകൊണ്ട് കുറച്ചുകൂടി വളർന്നുവല്ലോ എന്ന് പറയാറുണ്ട്. പതുക്കെ ചിലപ്പോൾ സിനിമയിലേക്ക് പതുക്കെ കയറാം. സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഫെയിമും കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ട് വരാം. ആരെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നതിനെ പറ്റിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ അറിയാൻ പാടാത്തവർ കളിയാക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എനിക്ക് റിപ്ലൈ തരാറുണ്ട്. നിനക്ക് ഭ്രാന്താണ്, നിർത്തിയിട്ട് പോടാ, തെറി വിളിച്ചിട്ട് പറയാറുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നല്ലവരോട് ഞാൻ നല്ല രീതിയിൽ തന്നെ പറയാറുണ്ട്. ചില വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ കാണാം. ഫാൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. മലപ്പുറത്തുനിന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു റിവ്യൂ പറഞ്ഞിട്ടാണെങ്കിലും അല്ലാതെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും കുറച്ച് സിനിമയിലൊക്കെ അവസരം ചെയ്തിട്ടുണ്ട്. 36 സിനിമയിൽ ചെയ്തിട്ട് 5-6 സിനിമയിൽ മുഖം കാണിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഡയലോഗ്സ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇത്രയും ഫെയിം ആയിട്ടും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡയലോഗുള്ള ഒരു ക്യാരക്ടർ കിട്ടാത്തത്? സ്യൂട്ടായ ഒരു ക്യാരക്ടർ ഇതുവരെ കിട്ടാത്തോണ്ടാണോ? പറ്റിയൊരു ക്യാരക്ടർ അവർക്ക് നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് ആലോചിച്ചിട്ടില്ല. ഇനി പുതിയ അപ്കമിങ് ഡയറക്ടേഴ്സ് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ പടത്തിലേക്ക് തെറി വിളിക്കാനാണെങ്കിലും തിയേറ്ററിലാണ്. ഇപ്പൊ ഈ ജയിലറിൽ പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, അടുത്തിറങ്ങിയ ജയിലറ്, ആ സിനിമയില് നമ്മുടെ നെഗറ്റീവ് റിവ്യൂസിന് കളിയാക്കിയിട്ടൊരു സീൻ ഉണ്ടായിരുന്നല്ലോ. മറ്റേ നമ്മുടെ
ഒരു പേരെന്തായാലും മറന്നു. ബ്ലാസ്റ്റ് മോഹൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. എന്നിട്ട് പുള്ളി ചെല്ലുമ്പോൾ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ പറയുന്ന ആളൊരു കളിയാക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ആ സീൻ കണ്ടപ്പോ ഇടിക്കുന്ന, എന്നിട്ട് അവര് തന്നെ പോസിറ്റീവ് റിവ്യൂക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് തരാന്നൊക്കെ പറയല്ലോ. അപ്പൊ ആ ഒരു സീൻ കണ്ടപ്പോ എന്താണ് ശരിക്കും മൊത്തത്തിൽ റിവ്യൂസിനെ കളിയാക്കുന്ന പോലെ ആയിട്ട് തോന്നിയോ? കുറച്ച് പേടി തോന്നി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല സിനിമാക്കാരും നമ്മളെ കാണുമ്പോൾ ശത്രുതയെ പോലെ തോന്നും. നമ്മള് പോസിറ്റീവാണ് പറയുന്നത്, പക്ഷെ സിനിമാക്കാർക്ക് കിട്ടുന്ന ഫെയിം ഇവനും കിട്ടുമ്പോൾ പലർക്കും അസൂയ ഉണ്ടാവും. ഇപ്പൊ ഈ സിനിമ ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. ചില സിനിമ നടന്മാരുടെ ഫാൻസ് അസോസിയേഷൻ ആണോ? അല്ല, ആറാട്ടന്റെ ഫാൻസ് വിളിച്ചു. ആറാട്ടന്റെ എതിരാളിയാകുമ്പോ നിന്നെ തല്ലിക്കൊല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയാറ്. അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യാറ്? വെച്ചിട്ട് പാടാന്ന് പറയാം, അല്ലാതെ വേറെ ഒന്നും പറയാറില്ല. കേസ് കൊടുക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള? ഇല്ല, അങ്ങനത്തെ ഇതൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു രീതിയിലോട്ട് വരുന്നതെന്നൊക്കെ പറയല്ലേ. അപ്പൊ ആരെ കണ്ടിട്ടാണ് സിനിമ എന്നൊരു ആഗ്രഹം വന്നത്? അല്ലെ ഏത് നടനെ കണ്ടിട്ടായിരുന്നു? ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ലിസ്റ്റിലുള്ളത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമയിലേക്ക് 90-കൾ കഴിഞ്ഞിട്ടാണ്. ജയറാമേട്ടൻ പോയി, ജയറാമേട്ടൻ ഞാൻ ഗോപാലകൃഷ്ണൻ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പല ചെറിയ ചെറിയ സിനിമകളിൽ വെച്ച് ഇപ്പോൾ 30 വർഷത്തോടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജനപ്രിയ നായകനായി മാറി. കേസൊക്കെ പൊക്കോളും. എന്നാലും സിനിമ മുൻപോട്ട് പോകുന്ന പുള്ളിയുടെ കൈപോണം. അപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് പതുക്കെ പതുക്കെയാണ് എനിക്ക് കയറാൻ പറ്റും വിശ്വാസം. അപ്പൊ ദിലീപേട്ടനെ കണ്ടിട്ടാണ് ആ ഒരു ആഗ്രഹം വന്നത്. ദിലീപേട്ടൻ ഏതെങ്കിലും സിനിമ കണ്ടിട്ടാണോ? ഏതെങ്കിലും സിനിമ ആ സിനിമ കാര്യസ്ഥം കണ്ടിട്ടാണോ? ആ സിനിമ കണ്ടല്ല അതേപോലെ ആവണം, അതേപോലെ വലിയൊരു നടനാവണം എന്നൊക്കെ. അങ്കിള് ഡേവിഡ് ജോൺസൺ എന്ന് പറഞ്ഞ അങ്കിള് എന്നോട് പറഞ്ഞു, നിന്റെ അണ്ണൻ വന്നാലും ഇതുപോലെ നീ ഭാവിയിലാകണമെന്നൊക്കെ പറഞ്ഞു. അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട നടൻ ദിലീപേട്ടൻ. ഇപ്പൊ ആരെങ്കിലും സെലിബ്രിറ്റി ക്രഷുകളുണ്ടോ? ഹണി റോസിനെയാണ് ഇഷ്ടം. ഹണി റോസിന്റെ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചങ്സ്. അത് ഭയങ്കര നോട്ടബിൾ ആയ ഒരു ക്യാരക്ടറാണല്ലേ ചങ്സ് എന്ന് പറഞ്ഞത്. ഉദ്ഘാടനം മാത്രം ചെയ്യണം, അഭിനയിക്കണം. എന്നാലും നല്ല നല്ല ക്യാരക്ടറുകൾ വരുള്ളൂ എന്നാണ്. ഇപ്പൊ നമുക്ക് പെരേരനെ പോലെ തന്നെ ഒരു കാലത്ത് ഭയങ്കര നമ്മള് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും ടിക്ടോക്കിലൂടെ ഭയങ്കര ഫേമസ് ആയവരാണ് നമ്മുടെ പാലസാജി, പിന്നെ ദാസേട്ടൻ എന്ന് പറഞ്ഞ കോഴിക്കോട്, പിന്നെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ആണെങ്കിലും പല പല രീതിയിൽ സ്വയമായി പാട്ട് പാടിയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടാറുണ്ടല്ലോ സന്തോഷ് പണ്ഡിറ്റ്. യെസ്, സന്തോഷ് പണ്ഡിറ്റ്. അതെ, അവരൊക്കെ പാട്ട് പാടിയിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. കുറെ പേര് കമന്റ് ബോക്സിൽ വെക്കുന്നുണ്ട് ഇവരുടെ പേര് കൂട്ടി വെച്ചിട്ട് ഇവർക്ക് ശേഷം ദാസേട്ടൻ കോഴിക്കോട്, പിന്നെ ബാലാസജിക്കും ശേഷം ഒരു പുതിയ ആളെന്ന് പറയാറുണ്ട്. സന്തോഷമുണ്ട്, ആയല്ലോ എന്നുള്ള സന്തോഷമുണ്ട്, അറിയപ്പെടുന്നു എന്നുള്ള സന്തോഷം. അപ്പൊ ഇനിയിപ്പോ വരാൻ പോണ എന്തൊക്കെ വർക്ക്സ്, ഷോർട്ട് ഫിലിംസോ അങ്ങനെ സിനിമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെയ്ത് വെച്ചതാണ് റീസെന്റ് കയ്യിലുള്ളത്. ഇപ്പോ ആറാട്ടന്റെ വെള്ളിയാഴ്ച ഷോർട്ട് ഫിലിം ആറാട്ടന്റെ ചാനലിൽ തലതെറിച്ചവൻ, പിന്നെ നന്മ നിറഞ്ഞവർ എന്ന ഷോർട്ട് ഫിലിം ഇപ്പോ കഴിഞ്ഞ വർഷം ഇട്ടതാണ്. അത് ഇപ്പോൾ പിന്നെ അത്യാവശ്യം റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അപ്കമിങ് ആയിട്ടുള്ളതാണ് ആറട്ടന്റെ ചാനലിൽ. അപ്കമിങ് ആയിട്ട് ഇപ്പോ റാക്കറ്റ് എന്ന ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു ആളിയൻ ക്യാരക്ടർ പെട്ടെന്ന് വന്ന് പോകും ക്യാരക്ടറാണ്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്, എന്നാണ് ഷൂട്ടിങ് ചെയ്തത്. പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന ഒരു മാഹിൻ മയൂൻ എന്ന ഡയറക്ടറിന്റെ സബ്ജക്ട്, ഒരു ത്രില്ലർ ഫൈറ്റ് എലമെന്റ്സ് ഉള്ള ചെറിയൊരു സിനിമ 8 മിനിറ്റിന്റെ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ വേറെ ഏതെങ്കിലും വലിയ വലിയ സിനിമയിലേക്കുള്ള പുതിയ ചാൻസ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടില്ല? ഇനി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ സാധിക്കട്ടെ എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് പെരേരയുടെ ആ ഒരു യുണീക്ക് സ്റ്റൈലില് എന്തെങ്കിലും പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടാവോ? ഇഷ്ടമുള്ളത് പാടാ. ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി, ഒന്നു ചേർന്ന് പാടിടണം ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പൂജാതാനായി
വന്നവനെ സഹനത്തിൻ വീര നിൻ തിരികാട്ടിൽ വെട്ടം തെളിച്ചവനെ. ഇത് സിനിമാ പാട്ടും കൂടി പാടാവോ? സിനിമാ പാട്ട് പാടാവോ? ഒരു 4 വരും. ഓഫ് മതി. ഓമൽ ചിരിയോ ചെമ്പക പൂവിതങ്ങളല്ല, കാണാനിവള് അമ്പിളി കൊഞ്ചവളല്ല, കണ്ടുകൾ കാണുന്നൊരു നീലക്കൊയാലല്ല, കെട്ടടുത്ത കാർക്കുന്തൽ മുട്ടോളമയില്ല, പിന്നെ എന്താണ് തമിഴാദ്യം ചൊല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ നീ എൻ പെണ്ണ്. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടില്ല, തനിയെ പാട്ട് പാടി പഠിച്ചിട്ടുണ്ട്. പാടിയത് അപ്പൊ ലിറിക്സ് എല്ലാം എങ്ങനെയാണ്? എങ്ങനെ കേട്ടിട്ട് അങ്ങനെ പഠിക്കാറാണോ? ഞാൻ പണ്ട് കവിതകളൊക്കെ സ്റ്റേജില് ചെറിയ ക്ലാസ് പാടാറുണ്ട്. ഇങ്ങനെ വലിയ ഫെസ്റ്റിവൽ അല്ല, യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോ സ്കൂളിൽ തന്നെ ചെയ്യാറുണ്ട്. ചെറിയ സ്കൂളിൽ സമ്മാനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ. അപ്പൊ അങ്ങനെ പാടി തുടങ്ങിയപ്പോൾ സിനിമയിലേക്ക് പാടാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിലും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഐഡിയ ഫെസ്റ്റിവലിലൊക്കെ പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയാൽ ഔട്ടായി പോകുന്നതുകൊണ്ട് പോയില്ല. പിന്നെ ഇതുപോലത്തെ വീഡിയോ വന്നതുകൊണ്ട് എന്നും തുറന്നു പറയാം, അതുകൊണ്ട് ചിലപ്പോ കിട്ടുമായിരിക്കും. അപ്പൊ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് വേർഡ്സ് ഒക്കെ എടുത്തിട്ട് ഒരു പാട്ട് ടൂണിൽ, ഒരു പ്രത്യേക ടൂണിലൊക്കെ പാടാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലോട്ട് എങ്ങനെയാ വന്നത്? ഇങ്ങനെ പഠിച്ച് അതോ നമുക്കിങ്ങനെ പെട്ടെന്ന് പാട്ടുണ്ടാക്കാന്നൊക്കെ പറയുമ്പോ എന്തായാലും ഒരു കഴിവ് തന്നെ വേണമല്ലോ. ഓൺ ക്രിയേഷനിൽ കുറെ പാട്ട് ഞാൻ പാടാറുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ അമ്മമ്മനെ പറ്റി വരെ ഞാൻ പാട്ട് പാടിയിരുന്നു. അതിനെപ്പറ്റി പാട്ട് ഇവളാണ് നമ്മുടെ മറിയാമ്മ, ഇവളാണ് നമ്മുടെ മറിയാമ്മ, ഇവളാടി തീർക്കും വേഷം കെട്ടിയാടുന്നിതാ, ജീവിതമാകും ചടലതകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നവൾ മറിയാമ്മ, യോയോ മറിയാമ്മ, പതില് തുറക്കടി ജനാൽ അടക്കടി മറിയാമ്മ, നാടിനും വീടിനും മെനകെട്ടവൾ ഇവൾ മറിയാമ്മ. പാട്ടാണ്. അപ്പൊ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അതൊരു കഴിവ് താനങ്ങനെ ശീലിച്ച് വന്നതാണോ? ലൊക്കേഷനിൽ പോകുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറയാം. അതാണ് ഈ പാട്ടാണ് ആദ്യം ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ. നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ബാലിജോസ്, അപ്പൊ അതില് അപ്ലോഡ് ചെയ്ത് പാട്ട് ഇതായിരുന്നു. അപ്പൊ ഒരുപാട് സിനിമകൾക്ക് പല രീതിയിൽ റിവ്യൂ പറയുന്ന ഒരാളാണ്. അപ്പൊ കഥ എഴുതാൻ അറിയോ? കഥ എഴുതാൻ അറിയാൻ പാടില്ല, പക്ഷെ കഥ മനസ്സിലുണ്ടത്. പേപ്പറിൽ എഴുതാനായിട്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഡയറക്ടറിനോട് കഥ പറഞ്ഞു കൊടുക്കണമെന്നും ആ കഥ എന്റെ ഒരു ഐഡിയ എന്ന പേരില് അത് സിനിമയായി കൊള്ളാമെന്നുണ്ട്. സീരിയസ് സബ്ജക്ട് ഉണ്ട്, റൊമാൻസ് സബ്ജക്ട് ഉണ്ട്, ട്രാജഡി ഉണ്ട്, അങ്ങനെ 3 സബ്ജക്ട് മനസ്സിലുണ്ട്. കഥ അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോ അവർക്ക് സിനിമയിൽ എടുക്കാം. സമീപിച്ചിട്ടില്ല, ആണെങ്കിൽ കഥ പറയാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളുടെ പ്രേക്ഷകരോട് ഇനി എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ റിവ്യൂസ് ആരും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോ നിങ്ങളും തുടർന്ന് ഇനി കാണുക. നെഗറ്റീവ് ഇടുന്നവർ നെഗറ്റീവ് ഇടട്ടെ, പോസിറ്റീവ് ഇടുന്നവർ പോസിറ്റീവ് ഇടട്ടെ. അപ്പോ തിയേറ്ററിൽ റിവ്യൂ പറയുന്നവരെ റിവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ സ്വന്തം ചാനലിലും സിനിമ കണ്ട് ഞാൻ റിവ്യൂ ഉണ്ടാവും. ഇനിയും എന്നും പെരേര ഉണ്ടാവും ഇങ്ങനെ റിവ്യൂകൾ കൊണ്ടുവന്നിട്ടെന്നാണ്. അപ്പൊ ഒരു പെരേര ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സിനിമയിലാണ് വലിയൊരു സ്ഥാനത്ത് എത്തിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.